ഉച്ചക്കുള്ളത് ഒന്നും ആയിട്ടുമില്ല. ദേ ഒരൊറ്റ കഷ്ണം ബാക്കി വെച്ചേക്കരുത്. ഇങ്ങനെ കളിച്ചു നടക്കും. കുട്ടികളായ ഇത്തിരി അനുസരണയൊക്കെ വേണ്ടേ? അതെങ്ങനെയാ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? വീണ്ടും അണഞ്ഞു. പച്ച വിറകല്ലേ, എങ്ങനെ കത്താനാ? മരുന്നിന് പോലും ഇവിടെ ഒരു ഉണക്കവിറകില്ല. ലോകത്തുള്ള എല്ലാ പുരാവസ്തുക്കൾക്കും വില പറയും. എന്നാ അടുക്കളയിൽ ഒരു മിക്സി, ഒന്നും വേണ്ട ഒരു ഗ്യാസ് അടുപ്പ്. വല്ലാത്തൊരു ഭർത്താവിനെയാണല്ലോ ഭഗവാനെ എനിക്ക് കിട്ടിയത്. ഉപദ്രവിക്കോ? അയ്യോ അങ്ങനെ പറയല്ലേ, പാവ. ഞങ്ങൾ ഒരുപാട് ഇഷ്ടാ. ഇഷ്ടം വെച്ചാ എങ്ങനെ? എന്നെക്കാളും ഇഷ്ടാ? അത് ഇഷ്ടം പറഞ്ഞാ അമ്മയില്ലേ, അതുപോലെയാ. വേഗം പൊയ്ക്കോ, അമ്മ ഉണ്ടാ ചീത്ത പറയും. ഉൾട്ടടിച്ചെന്നോ തോന്നണേ? എപ്പ നടന്നു? നിനക്ക് എത്ര മാസായി? നിന്റെ വയറ്റാട്ടി അവളുടെ വരോടാ ഞാൻ. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചോദ്യം ചെയ്യാൻ മരുന്നടാ. ഒരു ബ്രഷ് കിട്ടുമോ? ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് മതിയോ? അവക്ക് തിരിച്ചറിവിടുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിൽ അടയ്ക്കാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിനാ അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ, പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. ആകെ ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു. വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണേ. നീ ഇതിന്നാണോ അവന് പാൽപ്പൊടി കലക്കി കൊടുത്തത്? അതെ. എടാ ഇത് വിമ്മാടാ. എടാ വിമ്മാടാ. എന്റെ അമ്മേ, അയ്യോ എന്താടാ? ഞാനൊരു തുണി കീറിയതാ. ഇത് സാധാരണ കീറലല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. എന്തെങ്കിലും നോക്കണേ. ഒക്കെ നേരിൽ കണ്ടു. എന്തൊക്കെയാണ് ചുറ്റിനെ വിളിക്കുന്നേ? ഭർത്താവ്, അച്ഛൻ. അകത്തുള്ളതിനേക്കാളും വലിയ വട്ടായോ നിനക്ക്? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അത് അവര് ഊതിയിട്ടായിരിക്കും. എന്റെ ഈശ്വരൻ, നിനക്കറിയോ, ശരീരം ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പാവം മനസ്സിങ്ങനെ വേനിച്ചോണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ആരേത്? ആ ചട്നി നന്നായിരുന്നു കേട്ടോ. ആരാതെന്ന്? നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ, ഗൗരിയല്ലേ? ആര് പഠിപ്പിച്ചിട്ടും പിള്ളേര് ചൊവ്വായിട്ടില്ല. പിള്ളേർക്ക് ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസം മറന്നുപോയോ? അവർക്ക് പോളിയോ. ഓ അങ്ങനെ. എന്തിനെങ്ങനെ നിക്കുന്നേ? ഇവിടെ ആട്ടവും പാട്ടവും ഒന്നും വേണ്ട. പറയുന്ന കേൾക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? പോയിക്കൂടെ? ഇനി കൊടക് ഭാഷ തന്നെ പറയണോ? എന്നെ പേടിപ്പിച്ചു. നാണില്ലല്ല, ചുമ്മാ അല്ല. കണ്ട ആട്ടക്കാരികളൊക്കെ തലക്കറി നടക്കണ പിള്ളേര് മൂന്നായി. എന്നാലും വായി നോക്കി നടന്നോളും. ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത്. ഇന്ന് ഇവിടെ ഞാൻ ജയ് ശ്രീറാം. ഓക്കെ. അടിക്കരുത്. എന്നെ കരയിപ്പിച്ചോണ്ട് കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ. അയ്യോ, ഹനുമാനെ കുരങ്ങെന്ന് വിളിക്കാൻ പാടില്ല. ഇത്തിരിക്കോളം വന്ന കുറുന്തോട്ടയ്ക്ക് വേണ്ടി മല പൊക്കിക്കൊണ്ടുപോയ ആളാ ആഞ്ജനേയൻ. നാക്ക് നിന്റെ കാവത് പോണ്ട. നിന്നെ ഞാൻ അതെ, എനിക്ക് ഭ്രാന്താ. കൊല്ലും ഞാൻ. മനസ്സിൽ കൊണ്ടിരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുമല്ലതായല്ലേ? ഒരു ഭാര്യ ഭർത്താവും. നിനക്ക് എന്താ പറ്റിയത്? നീ ഇത്ര മണ്ടിയായി പോയോ? നീ കരുതണ പോലെ എന്റെ മനസ്സിലൊന്നുമില്ല ഗൗരി. വേണ്ട, കള്ളം പറയാ വെറുതെ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ? ശ്രീരാമനാണ് സത്യം. ഹനുമാനാ പറയണേ. കണ്ട വാലി വാലി വാലി. എന്തോ അവളുടെ അധികാരവും അവകാശവും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഒന്നും നീ കാര്യാക്കണ്ട. കൊച്ചുനാളില് മണ്ണപ്പച്ചുട്ട് കളിക്കുന്ന പ്രായത്തില് പിള്ളേര് കളിക്കുന്ന ഒരു തരം കളിയില്ലേ, ഈ അച്ഛനമ്മയും കളി. അത്രേ ഉള്ളൂ.
അങ്ങനെ നീ കാണാവൂ. അതിന് ഭ്രാന്താ മോളെ. ശരിക്കും? ആ, ഇനി എനിക്ക് ഭ്രാന്താവൂ കേട്ടോ. വലത്തേക്ക് മിന് കടുപ്പത് പോണ പറയുന്നുണ്ട്. ഒക്കെ ഞങ്ങള് കണ്ടു. എന്താ അമ്മയുടെ കാതി പറഞ്ഞത്? കാതിൽ പറഞ്ഞ കാര്യം സാധിച്ചാലേ പുറത്തു പറയാൻ പാടുള്ളൂന്നാ. ഈ ഇടയായിട്ട് പെണ്ണിന്റെ മനസ്സിലെന്തോ പേടി കുടുങ്ങിയിട്ടുണ്ട്. ഒന്ന് പോടി. എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എൻ്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എൻ്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ. ഭഗവാനെ, ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ, തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. സർവൈക്കരങ്ങൾ എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കഴിഞ്ഞു. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാനുള്ള ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടിയും മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. 1-2 ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വണ്ടി നിർത്തിയൻ. എന്തിനാ നിർത്തണ? കവച്ചാ പോരെ. ഇനി ഈ ബെൻസിന്നൊന്ന് ഇറങ്ങ്. എന്തിനാ? ഡാ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തം, ഞാൻ അതിന്റെ മാനേജർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. എടാ സതീർത്യ, ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. വിശ്വാമിത്രനും മേനകയും പരാശരനും മത്സ്യകന്തിയും. എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടൊന്നുമില്ല. ഓക്കെ, ബഹളം വെക്കണ്ട. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട, പോരെ? മനുഷ്യത അരുത് കാട്ടാളാ. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ ഇവനമ്പങ്ങളൊന്നും. എന്നെ പെരുവയിലേക്കിട്ട് പോണല്ലേ സാധനം? സതീർത്യോ, പഠിച്ചോനെ, എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കൂടാ. അങ്ങനെ വേണം. പഠിച്ചോനെ, ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. അപ്പോ അയ്യോ,
ഓടാ തെണ്ടി, നിന്നെ കാണിച്ചു തരാടാ. സോറി ഏട്ടാ, ഇനി മേലെല്ലാം ആവർത്തിക്കില്ല. എന്റെ ഒരു സോറി. ഏയ് പഠിച്ചോനെ, ഏയ് എന്താ വിളിച്ചത്? പടച്ചോനെന്ന്. തിരിച്ചറിവ് കിട്ടി. അയിലേ ഇവനിപ്പോ മീൻ കച്ചവടം തുടങ്ങിയ എന്ത് മീനോ? നോ മീൻ. നെയ് മീനോ? തിരിച്ചറിവ് കിട്ടി. ഓ തിരുതാ കിട്ടിയോ? ഓടെ മണ്ണുണ്ണി, വിവരമുള്ളവരെ വിളിക്കടാ. പോടാ മണ്ണുണ്ണി, വിവരമുള്ളവരെ വിളിക്കാൻ. അത് ഞാൻ കേട്ടല്ലോ. ദേ, നിങ്ങളുടെ പണ്ടാറക്കാലി മോൾക്ക് തിരിച്ചറിവ് കിട്ടി. എന്റെ ഇരട്ട പേര് വിളിച്ചു. വന്നെടുത്തോട്ട് പോ. എല്ലാം പടച്ചോനെ, കാരുണ്യമലാണ്ടവാ മൂകാംബികേ നാഥ, സർവചരാചരങ്ങളെയും പടച്ച കൈലാസവാസ വിഷ്ണു, ഈ കുടുംബത്തിന് നിത്യശാന്തി നൽകണമേ. എന്റെ യേശുഗുരുവായൂരപ്പ, അമ്മേ ഗണപതി മാതാവേ, ഹരഹരോ ഹരഹര, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവങ്ങൾക്ക് ഇങ്ങനൊരു കോമ്പിനേഷനോ? എന്റെ ഭർത്താവിനും മക്കൾക്കും ആയുസ്സും ഐശ്വര്യം നൽകി കാക്കണമേ. ആമേൻ. പഠിച്ചോനെ, എല്ലാരും എന്താ നോക്കി നിക്കണേ? ഹോ, സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലാച്ചാലോ? നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം? അത് വരുന്ന പഠിച്ചേ. അടുത്ത വീട്ടിൽ എന്താ നടക്കണെന്ന് എത്തി നോക്കുക. വന്നോളൂ ഓരോന്നുങ്ങള്. നാശം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട്. ആ കുട്ടി ഒന്ന് പ്രാർത്ഥിച്ചു കരുതി താൻ എന്തിനാണ് കൂവി വിളിച്ച് ശല്യം ചെയ്യണേ? അല്ല, സത്യമായിട്ടും എന്റെ ഇരട്ട പേര് വിളിച്ചു. എന്തരട്ട പേരാ വിളിച്ചത്? പറയടോ. പടച്ചോനെന്ന്. പടച്ചോനെ തന്നെ പടച്ചോനെന്ന് വിളിച്ചാ? പടച്ചോനെ ഇരട്ട പേര് വിളിച്ച് ഇവനെ കളിയാക്കിയ പടച്ചോ പോലും പൊറുക്കില്ല. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ. പടച്ചോനെ പട്ടി. നീയായിരുന്നോ പട്ടി? നിന്റെ പാപ്പ. എനിക്ക് തോന്നിയതായിരിക്കൂ. പഠിച്ചോനെ, പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ.